ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പത്രികയിൽ ഒപ്പുവെച്ചതായാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. ആരോഗ്യ കാരണങ്ങളെ തുടർന്നാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചത്. നിതീഷ് കുമാർ ഒഴിയുന്ന പശ്ചാത്തലത്തിൽ ബിജെപി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വെച്ചിരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ നിതീഷ് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല, അത് പലരും പറയുന്നതുമാണ്. അത് നമുക്ക് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ വളരെ എവിഡൻ്റായി ഒരുപക്ഷെ പൊതുസദസ്സിൽ ഏറ്റവും ഒടുവിൽ ഒരു ഹിജാബ് വിഷയത്തിലടക്കം നമുക്കത് എവിഡൻ്റായി മനസ്സിലാവുന്നതുമായിരുന്നു ബൽറാം. പക്ഷേ അത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുക എന്നതിലേക്ക് എത്തുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി ക്രിസ്റ്റീന. നിതീഷ് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ അത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതുമാണ്. അദ്ദേഹവും ഇത്തവണ മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. എന്നാൽ നിതീഷ് കുമാറിനെ മുൻനിർത്തി തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP തീരുമാനിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കുകയുമായിരുന്നു. എന്നാൽ BJP അവിടെ വലിയ ശക്തിയായി അല്ലെങ്കിൽ NDAയിലെ മുഖ്യകക്ഷിയായി മാറിയ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ള വികാരം BJPക്ക് ഉള്ളിലുണ്ട്. അതിനൊരു അവസരം ഒരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു രാജ്യസഭാ തിരഞ്ഞെടുപ്പിലൂടെ. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ തൻ്റെ മകൻ്റെ രാഷ്ട്രീയ പ്രവേശനം എന്നീ രണ്ട് വിഷയങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. നിതീഷ് കുമാറിന് ഈ ഒരു രാജ്യസഭാ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് ഒരു സുഗമമായി പദവി ഒഴിയാനുള്ള അവസരമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചിരിക്കുന്നു. ഇന്ന് അത് സമർപ്പിക്കും എന്നാണ് BJP JDU വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇത് നിതീഷ് കുമാർ പദവി ഒഴിയുന്നതോടെ BJP മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും. സാമ്രാജ് ചൗധരി നിലവിലെ മുഖ്യമന്ത്രിയായി മാറിയേക്കും എന്നുമാണ് നിലവിലുള്ള ധാരണ. പകരമായി നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയായേക്കും എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി JDUവിനുള്ള 2 സീറ്റുകളിൽ ഒന്നിൽ നിഷാന്ത് കുമാർ മത്സരിച്ചേക്കും എന്നായിരുന്നു ചർച്ചകൾ. അതാണ് വളരെ പെട്ടെന്ന് ഗതി മാറിക്കൊണ്ട് നിതീഷ് കുമാറിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ബീഹാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷത്തിന് കൂടി വേദിയാവുകയാണ്. നിതീഷ് യുഗത്തിന്റെ ഒരു അവസാനമാകുമോ എന്നൊരു ചോദ്യമാണ്. ഇനിയിപ്പോ രാജ്യസഭയിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്നുള്ള കാര്യം JDU സ്വപ്നം മനസാവാച കർമ്മണ വിചാരിച്ചതല്ല. അപ്പോൾ വളരെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അതിൽ ഞെട്ടലുണ്ട്. പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും പിന്തിരിയുന്നില്ല. അവിടെ BJP മുഖ്യമന്ത്രി കൂടി വരുന്നു എന്ന് പറയുമ്പോൾ JDUവിന്റെ തട്ടകമാണ്. JDUവിന്റെ തട്ടകത്തിൽ ഇനി BJP കാലമാണോ എന്ന ചോദ്യം കൂടിയാണ് സ്വാഭാവികമായും ഉണ്ടാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.